ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കിതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ പഠിച്ചിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആകെ 2 മണിക്കൂറാണ് എക്സാം ഉള്ളത്. ആദ്യം തന്നെ നിങ്ങളുടെ പേര് എഴുതാനുള്ള, കുട്ടിയുടെ പേര് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. അതേപോലെ വിദ്യാലയത്തിൻ്റെ പേര് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻ എഴുതാനുള്ള പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ രക്ഷിതാവിൻ്റെ ഒപ്പും അധ്യാപകൻ്റെ ഒപ്പും. അത് പിന്നെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതില്ല. അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് എഴുതാനുള്ള ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഓവറോൾ ഗ്രേഡും അവിടെ എഴുതണം. അപ്പോൾ അത് ടീച്ചർ നിങ്ങൾക്ക് പേപ്പർ തിരിച്ചു തരുമ്പോൾ ടീച്ചർ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ ഗ്രേഡ് എല്ലാം എഴുതുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഓണം എക്സാമിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് പോണ എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടത്, ഓരോ ആക്ടിവിറ്റിയിലും എത്രയൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നെല്ലാം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലാതെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട്. ക്ലാസ് 3 ഓണം എക്സാം എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് മലയാളം മീഡിയം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അവിടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആദ്യത്തെ 15 മിനിറ്റ് നന്നായി ചോദ്യങ്ങളെല്ലാം വായിച്ചു മനസ്സിലാക്കണം. 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾക്ക് മൊത്തത്തിൽ 6 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ടാവും. പ്രവർത്തനം 1 മുതൽ 6 വരെ. അതിലേതെങ്കിലും 5 എണ്ണം കൂട്ടുകാർ എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് നന്നായി അറിയാവുന്ന 5 എണ്ണം എഴുതിക്കോളൂ കേട്ടോ. തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. അപ്പം നിങ്ങളിപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും സി ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത് അതിനെല്ലാം നിങ്ങൾ ഉത്തരം എഴുതണം കേട്ടോ. പ്രവർത്തനം 1 പൂക്കളം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് 3ാം ക്ലാസ്സിലെ കുട്ടികളോട് പൂക്കളം ഒരുക്കുന്നതിനായി ഡിസൈൻ തയ്യാറാക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. ആമിന വരച്ചു ഡിസൈൻ ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ എന്താണ്? ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് 3ാം ക്ലാസ്സിലെ കുട്ടികളോട്, അതായത് നിങ്ങളോട് പൂക്കളം ഒരുക്കുന്നതിനായി ഡിസൈൻ തയ്യാറാക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആമിന വരച്ച ഡിസൈനാണ് താഴെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് എന്ന് നോക്കാം. എ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം ത്രികോണം നീല, പിന്നെ വൃത്തം ചുവപ്പ്, പിന്നെ സമചതുരം പച്ച എന്നീ നിറങ്ങൾ നൽകി ഡിസൈൻ ഭംഗിയാക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ത്രികോണത്തിന് നീല നിറവും അതേപോലെ വൃത്തത്തിന് ചുവപ്പ് നിറവും അതേപോലെ ഏതിനാണ് ചതുരത്തിന് പച്ച നിറവും നൽകിയിട്ട് ആ ഒരു ഡിസൈന് ഭംഗിയാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കളർ കൊണ്ടുപോകാൻ ഒരിക്കലും മറക്കരുത്. എക്സാമിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളാണ് നൽകേണ്ടത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നിറങ്ങൾ കൊടുത്തിട്ട് നന്നായി ഭംഗിയാക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എക്സാമിന്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ രൂപങ്ങൾ കണ്ടെത്തി പേരും എണ്ണവും എഴുതുക. അപ്പോൾ ചിത്രത്തിൽ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ, ആ 3 രൂപങ്ങളുടെ പേരുകളും അതേപോലെ അതിൽ എത്ര എണ്ണം ഉണ്ട് എന്നും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചിത്രത്തിൽ ത്രികോണം 5 എണ്ണം, വൃത്തം 6 എണ്ണം, ചതുരം 10 എണ്ണം. സി ക്വസ്റ്റ്യൻ. കണ്ടെത്തിയ രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുക. അപ്പോൾ കൂട്ടുകാരോട് ഒരു ചിത്രം വരയ്ക്കാൻ പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെ ചിത്രമാവും നമുക്ക് വരയ്ക്കാൻ സാധിക്കുക? രൂപങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടൊക്കെ വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരച്ച് ചേർക്കാം കേട്ടോ. അടുത്തതാണ് പ്രവർത്തനം 2 കായികോത്സവം. രാജമല്ലി ഗവൺമെൻറ് UP സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് 100 മുതൽ 244 വരെയാണ് ചെസ് നമ്പർ നൽകിയത്. അപ്പോൾ എത്ര മുതലാണ്? 100 മുതൽ 244 വരെയാണ് രാജമല്ലി ഗവൺമെൻറ് UP സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചെസ് നമ്പറുകൾ. അതിലെ ഒന്നാമത്തെ ചോദ്യം, അതായത് എ ചോദ്യം, കായികമേളയിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
അപ്പോൾ നമ്മൾ 244 നിന്ന് 100 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 144 കിട്ടും അല്ലേ. കൂട്ടുകാർ വിചാരിക്കും അതാണ് ആൻസർ എന്ന്. ഒരിക്കലും അതല്ല, അതിൽ കൂടെ ഒന്നും കൂടെ കൂട്ടണം. അപ്പോൾ 144 പ്ലസ് ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 145 കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. കാരണം 100 മുതലാണ് തുടങ്ങുന്നത്, 244 വരെയാണ് ചെസ് നമ്പറുകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. LP വിഭാഗം കുട്ടികൾക്ക് 100 മുതൽ 155 വരെയുള്ള ചെസ് നമ്പറാണ് നൽകിയത്. LP വിഭാഗത്തിൽ നിന്നും എത്ര കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു? അപ്പോൾ 100 മുതൽ 155 വരെയുള്ള ചെസ് നമ്പറുകളാണ് LP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് 100 മൈനസ് 155 ചെയ്ത് കഴിഞ്ഞാൽ 55 കിട്ടും. അതിൽ കൂടെ ഒന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 56 ആണ്. 56 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അടുത്തത് സി ക്വസ്റ്റ്യൻ. മാർച്ച് പാസ്റ്റിൽ അണിനിരന്നപ്പോൾ ഒന്നാമത്തെ വരിയിൽ 101 മുതൽ 109 വരെയുള്ള ചെസ് നമ്പറുകളുള്ള കുട്ടികൾ ക്രമമായാണ് നിൽക്കുന്നത്. വരിയിൽ 5ാമതായി നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. എത്രയായിരിക്കും? ഉത്തരം 105 ആയിരിക്കും വരിയിൽ 5ാമത് നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ. ഡി ക്വസ്റ്റ്യൻ. മത്സരത്തിലെ വിജയികൾക്ക് മെഡൽ നൽകാൻ 685 രൂപയും ചെസ് നമ്പർ തയ്യാറാക്കുന്നതിൽ 284 രൂപയും ചെലവായി. ആകെ എത്ര രൂപ ചെലവായി? അപ്പം എത്രയൊക്കെയാണ്? 685ഉം അതുപോലെ 284 രൂപയുമാണ് ചെലവായത്. അപ്പോൾ 685 പ്ലസ് 284 969 രൂപയാണ് ആകെ ചെലവായ തുക. അടുത്തതാണ് പ്രവർത്തനം 3 സ്കൂൾ ബസാർ. അവിടെ സ്കെച്ച് പെന്നിന് 55 രൂപ എന്ന് നൽകിയിട്ടുണ്ട്. അതേപോലെ ബുക്കുകൾക്ക് 100 രൂപ, അല്ല കളറിംഗ് ബുക്കുകൾക്കാണല്ലേ, കളറിംഗ് ബുക്കുകൾക്ക് 100 രൂപ. അതേപോലെ കുട 400, അതേപോലെ ബോക്സ് 85, വാട്ടർ ബോട്ടിൽ 250, ബാഗ് 420, അതേപോലെ ഷൂസ് 330, സ്ലേറ്റ് 90, ടിഫിൻ ബോക്സ് 180. ഇതുപോലെ കുറേ സ്ഥാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലത്തെ എ ക്വസ്റ്റ്യൻ എന്താണ്? സ്കൂൾ ബസാറിൽ നിന്നും 815 രൂപ ചെലവഴിച്ച് വിദ്യ സാധനങ്ങൾ വാങ്ങി. ആദ്യം വാങ്ങിയത് കുടയും ബോക്സുമാണ്. ബാക്കിയുള്ള രൂപയ്ക്ക് വാങ്ങിയ സാധനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം വാങ്ങിയത് കുടയും ബോക്സുമാണ്. അപ്പോൾ കുടയ്ക്കും ബോക്സിനും കൂടിയിട്ട് 400 പ്ലസ് 85 485 രൂപയാണ് ആയിട്ടുള്ളത്. ആകെ തുക ചെലവഴിച്ചത് 815 ആണ്. 815 നിന്നും 485 കുറച്ച് കഴിഞ്ഞാൽ 330 കിട്ടും. ആ 330 രൂപയ്ക്ക് പിന്നെ എന്താണ് കിട്ടുക? അതെ, ഷൂസാണ് വാങ്ങിയിട്ടുണ്ടായിരിക്കുക അല്ലേ. ബി ക്വസ്റ്റ്യൻ. സ്കൂൾ ബസാറിൽ നിന്നും ഏറ്റവും വില കൂടിയതും ഏറ്റവും വില കുറഞ്ഞതുമായ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ ഏറ്റവും വില കൂടിയതും ഏറ്റവും വില കുറഞ്ഞതുമായ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ആകെ എത്ര രൂപ വേണമെന്നാണ് ചോദിക്കുന്നത്. എത്ര വേണ്ടി വരും? അപ്പോൾ ഏറ്റവും വില കുറഞ്ഞത് സ്കെച്ച് പെന്നിനാണ്. സ്കെച്ച് പെൻ 55 രൂപയാണ്. ബാഗാണ് ഏറ്റവും വില കൂടിയ വസ്തു, 420. അപ്പോൾ 420 പ്ലസ് 55 475 രൂപയായിരിക്കും ആകെ ആയിട്ടുണ്ടായിരിക്കുക. അടുത്തത് സി ക്വസ്റ്റ്യൻ. സ്കൂൾ ബസാറിൽ നിന്നും കളറിംഗ് ബുക്ക്, സ്കെച്ച് ബോക്സ് എന്നിവ വാങ്ങാൻ എത്ര രൂപ വേണം? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരത്തിനു നേരെ ടിക്ക് നൽകുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? കളറിംഗ് ബുക്ക്, സ്കെച്ച് ബോക്സ് എന്നിവ വാങ്ങാൻ എത്ര രൂപ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര രൂപ വേണ്ടി വരുമെന്ന് നോക്കാം. അപ്പോൾ കളറിംഗ് ബുക്കിന് 100 രൂപയും സ്കെച്ചിന് 55 രൂപയും ബോക്സിന് 85 രൂപയുമാണ് ആവുന്നത്. അപ്പോൾ 100 പ്ലസ് 55 പ്ലസ് 85 240 രൂപയാണ് ആകെ വേണ്ടി വരിക. അടുത്തത് പ്രവർത്തനം 4 അബാക്കസ്. 3ാം ക്ലാസ്സിലെ അഖിലയും ഫസലും അബാക്കസിൽ സംഖ്യകൾ നിർമ്മിക്കുകയാണ്. 23 മുത്തുകൾ ഉപയോഗിച്ച് 2 പേരും നിർമ്മിച്ച സംഖ്യകൾ ചുവടെ അബാക്കസിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അഖില നിർമ്മിച്ചതും ഫസൽ നിർമ്മിച്ചതും അവിടെ നൽകിയിട്ടുണ്ട്. അതിലെ എ ക്വസ്റ്റ്യൻ. അഖില അബാക്കസിൽ ക്രമീകരിച്ച സംഖ്യ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്തുള്ള മണികൾ എണ്ണി നോക്കിയിട്ട് അതിൻ്റെ എത്ര മണികളുണ്ട് അതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ 869 അഖില നിർമ്മിച്ചിരിക്കുന്ന സംഖ്യ. അതുപോലെ ഫസൽ ക്രമീകരിച്ചിരിക്കുന്നത് 788 എന്ന് പറയുന്ന സംഖ്യയാണ്. അതിലെ ബി ക്വസ്റ്റ്യൻ. കളിയുടെ 2ാം റൗണ്ടിൽ അഖില 1ൻ്റെ സ്ഥാനത്തെ ഒരു മുത്ത് 100ൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ക്രമീകരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര? അപ്പോൾ അഖില ക്രമീകരിച്ചിരിക്കുന്ന നമ്പർ 869 ആണ്. അതിൽ 1ൻ്റെ സ്ഥാനത്തെ സംഖ്യ 100ൻ്റെ സ്ഥാനത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് എത്രയായിരിക്കും? 968 ആയി മാറും അല്ലേ. സി ക്വസ്റ്റ്യൻ. 2ാം റൗണ്ടിൽ ഫസൽ 10ൻ്റെ സ്ഥാനത്തെ ഒരു മുത്ത് 100ൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി ക്രമീകരിച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഫസലിന് കിട്ടിയിരിക്കുന്ന സംഖ്യ 788 ആണ്. അതിൽ 10ൻ്റെ സ്ഥാനത്ത് ഒരു മുത്തെടുത്തിട്ട് 100ൻ്റെ സ്ഥാനത്തേക്കാണ് മാറ്റുന്നത്. അപ്പോൾ 878 മാറും ആ ഒരു നമ്പർ. അടുത്തതാണ് ഡി ക്വസ്റ്റ്യൻ. 23 മുത്തുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ അബാക്കസിൽ വരച്ച് ചേർക്കുക. അപ്പോൾ 23 മുത്തുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ് നമ്മളോട് അബാക്കസിൽ വരച്ച് ചേർക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 995 എന്ന് പറയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ നമുക്ക് ഇതിൽ ചേർക്കാൻ പറ്റുമല്ലേ? കാരണം 100ൻ്റെ അവിടെ 9 മുത്തുകൾ വരച്ച് ചേർക്കുക, 10ൻ്റെ അവിടെ 9 മുത്തുകൾ, 1ൻ്റെ അവിടെ 5 മുത്തുകളും വരച്ച് ചേർക്കുക. അപ്പോൾ 9 + 9 + 5 23 ആണ്. അപ്പോൾ ആകെ നമ്മൾ 23 മുത്തുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള സംഖ്യകളാണ് ഉണ്ടാക്കേണ്ടത്. അടുത്തത് പ്രവർത്തനം 5, നിറയുന്ന കണക്കുപെട്ടി. രാഹുലിന്റെ കണക്കുപെട്ടിയിൽ 1000 ഈർക്കിൽ കമ്പുകളുണ്ട്. 100 എണ്ണം വീതമുള്ള കെട്ടുകളായിട്ടാണ് പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. കൂട്ടുകാരായ സജുവും ബിജുവും ഗണിത കേളിക്കു ശേഷം കമ്പുകൾ അടുക്കിയപ്പോൾ 850 കമ്പുകൾ മാത്രമേ പെട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ 1000 ആകാൻ ഇനി എത്ര കമ്പുകൾ കൂടി വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1000 കമ്പുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് 850 ആണ് ഗണിത കേളി മേളക്കു ശേഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്ന് 1000 ആവാൻ എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 850-ൽ നിന്ന് 1000 ആകാൻ 150 ഈർക്കിൽ കമ്പുകൾ കൂടെ വേണം. ബി ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള 850 കമ്പുകളെ 10ൻ്റെ കെട്ടുകളാക്കി പെട്ടിയിൽ അടക്കിയാൽ ആകെ എത്ര കെട്ടുകൾ ഉണ്ടാകും? 850 കമ്പുകളെ 10ൻ്റെ കെട്ടുകളായിട്ടാണ് പെട്ടിയിൽ ഒതുക്കുന്നത്. അപ്പോൾ ആകെ എത്ര കെട്ടുകൾ ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. ആകെ 85 കെട്ടുകളിലായിട്ടാണ് ഉണ്ടായിരിക്കുക. സി ക്വസ്റ്റ്യൻ. പാറ്റേൺ പൂർത്തിയാക്കുക എന്നാണ്. 150, 300, 450 എന്ന് പറഞ്ഞിട്ട് പാറ്റേൺ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. 150 കൂടി വരുന്ന പാറ്റേൺ ആണ് അത്. 450 കഴിഞ്ഞാൽ പിന്നെ 600, പിന്നെ 750. അപ്പം അങ്ങനെയാണ് നമ്മൾ പാറ്റേൺ പൂർത്തിയാക്കേണ്ടത്. എത്ര വെച്ച് കൂടി വരുന്ന പാറ്റേൺ ആണ് എന്ന് നോക്കുക, അല്ലെങ്കിൽ എത്ര വെച്ച് കുറഞ്ഞു വരുന്ന പാറ്റേൺ ആണ് എന്ന് നോക്കുക. അങ്ങനെ 2 തരത്തിലുള്ള പാറ്റേൺ നമുക്ക് തരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ സംഖ്യകൾ ഓരോന്നും എഴുതി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളൊരു പാറ്റേൺ തന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കേണ്ടത്. അടുത്തത് ഡി ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാനാണ്. 987 പല രൂപങ്ങളിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 9 നൂറുകൾ, 8 പത്തുകൾ, 7 ഒന്നുകൾ എന്നിങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഒന്നുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതേ സംഖ്യ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. 987 ഒന്നുകൾ. അതുപോലെ തന്നെ 98 പത്തുകൾ, 7 ഒന്നുകൾ. ഇതുപോലെയും നമുക്ക് എഴുതാം. അടുത്തത് അവസാനത്തെ പ്രവർത്തനമാണ്. പ്രവർത്തനം 6, ലോകകപ്പ് ക്രിക്കറ്റ്. 2020 ലോകകപ്പ് മത്സരങ്ങളിൽ കൂടുതൽ റൺസ് നേടിയ കളിക്കാരുടെ വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക പരിശോധിച്ച് ഉത്തരം എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ കളിക്കാരുടെ പേര് നൽകിയിട്ടുണ്ട്, രാജ്യം നൽകിയിട്ടുണ്ട്, റൺസും നൽകിയിട്ടുണ്ട്. ഡിക്കോക്ക് സൗത്ത് ആഫ്രിക്ക 243, TM ഹെഡ് ഓസ്ട്രേലിയ 255, റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ 281, ഇബ്രാഹിം സദ്രാൻ അഫ്ഗാനിസ്ഥാൻ 231, രോഹിത് ശർമ്മ ഇന്ത്യ 257. ഇങ്ങനെയാണ് റൺസും രാജ്യവും കളിക്കാരുടെ പേരുകളും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ വീതം നോക്കാം. എ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ ആര്? നേടിയ റൺസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരാണ്? ഉത്തരം. ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് റഹ്മാനുള്ള ഗുർബാസ് ആണ്. നേടിയ റൺസ് 281 ആണ്. ബി ചോദ്യം. നേടിയ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കളിക്കാരനായ രോഹിത് ശർമ്മയുടെ സ്ഥാനം എത്ര എന്നാണ് ചോദിക്കുന്നത്. എത്രാമത്തെ സ്ഥാനമാണ്? ഉത്തരം. 2ാമത്തെ. അപ്പോൾ 2ാമത്തെ സ്ഥാനമാണ് നേടിയ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കളിക്കാരനായ രോഹിത് ശർമ്മയ്ക്കുള്ളത്. അടുത്തത് സി ചോദ്യം. പട്ടികയിലെ അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ നേടിയ ആകെ റൺസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ്? അഫ്ഗാനിസ്ഥാൻ താരമായ ഒരാൾ നേടിയത് 281 റൺസും ഒരാൾ 231 റൺസുമാണ്. അപ്പോൾ 281 + 231 ആകെ നേടിയത് 512 റൺസുകളാണ്. അടുത്തത് ഡി ക്വസ്റ്റ്യൻ. റൺസിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 3 സ്ഥാനക്കാരുടെ പേരെഴുതുക. അപ്പോൾ ആദ്യത്തേത് റഹ്മാനുള്ള ഗുർബാസ് ആണ്, 2ാമത്തേത് രോഹിത് ശർമ്മയാണ്, 3ാമത്തേത് TM ഹെഡാണ്. അപ്പോൾ ഇതാണ് ആദ്യ 3 സ്ഥാനക്കാരുടെ പേരുകൾ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെറും ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. കൂട്ടുകാരെല്ലാവരും ഈ ചോദ്യപേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. നിങ്ങൾക്ക് ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 6 പ്രവർത്തനങ്ങളും 6 പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.